ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപഃ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ, ഏവർക്കും നമസ്കാരം. ഇന്ന് ആത്മോപദേശ ശതകം കൃതിയിലെ 60ാമത് ശ്ലോകമാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. അറിവിനെയും മമതയ്ക്ക് അധീനമാക്കി പറയുമിതിൻ പരമാർത്ഥമോർത്തിടാതെ പറകിലുമപ്പരതത്വമെന്ന പോലീ അറിവറിയുന്നവനന്യമാകുവീല. അറിവിനെയും മമതയ്ക്ക് അധീനമാക്കി പറയുമിതിൻ പരമാർത്ഥമൂർത്തിടാതെ പറകിലുമപ്പരതത്വമെന്ന പോലീ അറിവറിയുന്നവനന്യമാകുവീല. ആദ്യം നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം പഠിക്കാം. മമതയ്ക്ക് അധീനമാക്കി, മമതയ്ക്ക് തൻ്റെ സ്വത്താണെന്ന തരത്തിൽ, അതായത് അറിവ് തൻ്റെ സ്വന്തമാണ്, തൻ്റെ സ്വത്താണ് എന്ന തരത്തിൽ ഇതിൻ പരമാർത്ഥം, എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ സത്യം ഓർത്തിടാതെ, മനസ്സിലാക്കാതെ, അറിവ് എന്ന തത്വത്തിൻ്റെ യഥാർത്ഥ സത്യം എന്തെന്ന് മനസ്സിലാക്കാതെ അറിവിനെയും അറിവെന്ന സത്യം എന്തെന്നറിയാതെ മമതയ്ക്ക് അധീനമാക്കി, അറിവ് തൻ്റേതാണെന്ന് കരുതി അല്ലെങ്കിൽ തൻ്റേതാണെന്ന തരത്തിൽ പറയും. ഇതാരാണ് പറയുന്നത്? സാധാരണ ജനങ്ങൾ ഈ വിധത്തിൽ ചിന്തിക്കും, അറിവ് തൻ്റേതാണെന്ന്. പറകിലും ഈ വിധം പറഞ്ഞാലും ആ പരതത്വമെന്ന പോൽ, ആ പരമമായ തത്വം അറിയുന്നവൻ താൻ തന്നെയാണ് അറിവ്. ഈ അറിവ്, താൻ അറിയുന്ന അറിവ്, അത് താൻ തന്നെയാണ് എന്ന് അറിയണം. അറിയുന്നവനെ സംബന്ധിച്ച് അന്യമാകുകയില്ല, അന്യമായിരിക്കില്ല. അല്ലെങ്കിൽ അറിവ് തന്നിൽ നിന്ന് വേറിട്ടതാണെന്ന് അവന് ബോധ്യപ്പെടില്ല. നമുക്ക് സ്വന്തമെന്ന് തോന്നുന്ന പലതും നമ്മുടേതായി മാത്രം കരുതി നമ്മൾ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ഒരു ലോക സത്യമാണ് ഇവിടെ ഗുരു നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എൻ്റെ സ്വന്തമാണ്, നമ്മുടെ സ്വത്താണ് എന്ന് വിചാരിച്ച് പലതിനെയും നമ്മൾ കൈയടക്കി വയ്ക്കാറുണ്ടല്ലേ? ഇത് അറിവില്ലായ്മയാണ്. കാരണം ഒന്നും എൻ്റേതല്ല. ഇതേപോലെയാണ് അറിവില്ലാത്തവൻ തൻ്റെ അറിവ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കാറുണ്ട്. അറിവില്ലാത്തവൻ പറയും തൻ്റെ അറിവ് എന്ന് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കാറുണ്ട്. ഇങ്ങനെ പറയുന്നവർ തിരിച്ചറിയേണ്ടത് അറിവ് എൻ്റേതല്ല. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കണം ഇത്. അറിവ് എൻ്റേതല്ല, മറിച്ച് ഞാൻ അറിവാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക. അറിവ് എൻ്റേതല്ല, പിന്നെയോ ഞാൻ അറിവാണ്. അടിവരയിട്ട് പഠിച്ചുകൊള്ളുക. ഞാനും അറിവും രണ്ടല്ല. ഈ ബോധമില്ലെങ്കിൽ അറിവ് ബാഹ്യമായതാണെന്ന് കരുതി അറിവിനെ സ്വന്തമാക്കാൻ വൃഥാ യത്നിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഞാൻ അറിവല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറിവിനെ സ്വന്തമാക്കാൻ നമ്മൾ വൃഥാ ഇങ്ങനെ യത്നിച്ചുകൊണ്ടിരിക്കും. പക്ഷെ മനസ്സിലാക്കണം, ഞാൻ എന്താണ്? ഞാൻ അറിവാണ്.
പിന്നെ വേറെ തപ്പി തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഗുരു ഇവിടെ 60-ാമത്തെ ശ്ലോകം, ആത്മോപദേശ ശതകത്തിൻ്റെ 60-ാമത്തെ ശ്ലോകത്തിൽ അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയും ഇതിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സമ്പത്തുണ്ടാക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നത് പോലെ അറിവ് സ്വന്തമാക്കാനും ചിലറിങ്ങനെ പരിശ്രമിക്കുന്നത് കാണാം, ഇല്ലേ? നമ്മൾ സമ്പത്തുണ്ടാക്കണമെങ്കിൽ ഒരുപാട് പരിശ്രമിക്കണം. അതുപോലെ അറിവ് നമുക്ക് സ്വന്തമാക്കിയെടുക്കാൻ പലരും കഠിന പ്രയത്നം ചെയ്യുന്നത് കാണാം, കുത്തിയിരുന്ന് പഠിക്കുന്നതൊക്കെ കാണാം. നീ നിന്നെ തന്നെ അറിയുക ഒരാപ്തവാക്യമാണ്. ഈ അറിവാണ് ഏറ്റവും വലിയ അറിവ്. നമ്മൾ നമ്മളെ തന്നെ അറിയണം. ഓരോരുത്തരും അവനെക്കുറിച്ച് അറിയണം. പരമാത്മാവിനെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നവൻ മനസ്സിലാക്കുക, നാം പരമാത്മാവ് തന്നെയാണ്. നന്നായിട്ട് മനസ്സിലാക്കുക, നാം പരമാത്മാവ് തന്നെയാണ്. എൻ്റെ അറിവെന്ന് ആര് പറയുന്നോ അവരിൽ നിന്ന് അറിവ് ഇല്ലാതെയാവും. ഓർത്തുകൊള്ളുക. എൻ്റെ അറിവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊരു അനുഭവമുണ്ടായാൽ അവർ ശൂന്യതയിലകപ്പെടും. ഇത് പറയുന്നത് ആരാണ്? ലോകഗുരു, മഹാഗുരു ശ്രീനാരായണ ഗുരു നമ്മളോട് പറയുകയാണ്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ നാം അല്ലാതായി മാറും. ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ നാം ദൈവത്തിൻ്റേതല്ലാതായി മാറും. കാരണം ഞാൻ ദൈവത്തിൻ്റേതാണ്. അതാണ് യഥാർത്ഥ കാരണം. ഞാൻ ദൈവത്തിൻ്റേതാണ്. പിന്നെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം എൻ്റേതല്ല, ശരിയല്ലേ? പിന്നെ എന്തിനാണ് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നത്? അറിവാകുന്ന ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കണം. ദൈവത്തിന് നമ്മളെ സമർപ്പിക്കണം. ദൈവത്തിൻ്റെ പാദങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കപ്പെടണം. ആ സമർപ്പണത്തിലൂടെ എന്ത് അവശേഷിക്കുന്നുണ്ടോ അതാണ് സായുജ്യം, മോക്ഷം. ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധയോടെ പല ആവർത്തി കേട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന വലിയ അറിവ് നല്ലതുപോലെ ഗ്രഹിക്കണം. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ഒന്നുകൂടി ഞാൻ ആലപിച്ചു തരാം. അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയുമിതിൻ പരമാർത്ഥമോർത്തിടാതെ പറകിലും അപ്പരതത്വമെന്ന പോലെ അറിവറിയുന്നവനന്യമാകുവീല. നമസ്തേ.